കുറെ നാളുകൾക്ക് ശേഷം LCU കൈദി 2 ഒക്കെ അടുത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. വീണ്ടും LCU ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇപ്പോൾ ആക്റ്റീവായി സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. LCU ആയോ കൈദി 2 ആയോ ബന്ധപ്പെട്ട് എന്തോ ഒരു അപ്ഡേറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് മാത്രം അറിയാം. പക്ഷെ അതെന്താണെന്ന കാര്യത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാഴ്ച മുമ്പ് കൈദിയുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഡ്രീം വേരിയസ് പിക്ചേഴ്സ് ദില്ലി എന്ന ടൈറ്റിലില് ഒരു ടീസർ ഏതാണ്ട് 30 സെക്കൻഡ് മാത്രം ദൈർഘ്യം വരുന്ന ഒരു ടൈറ്റിൽ ടീസർ സെൻസർ ചെയ്തിരുന്നു. ദില്ലി എന്നുള്ളത് കൈദി 2 ടൈറ്റിൽ തന്നെയാണ്. അത് ഒരുപാട് മുമ്പേ തന്നെ കൺഫേം ചെയ്തിരുന്നതുമാണ്. ഇപ്പോൾ LCUലെ മറ്റു പടങ്ങളായിട്ടുള്ള വിക്രം, ലിയോ, റോളക്സ് ഒക്കെ പോലെ കൈദി 2 എന്ന് പറയുന്ന പടവും ദില്ലി എന്ന ടൈറ്റിലിൽ കാർത്തിയുടെ ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. എന്നാൽ ഈ 30 സെക്കൻഡ് ടീസർ അതിന്റെ ലോജിക്കാണ് പലർക്കും അങ്ങോട്ട് കണക്ട് ആവാത്തത്. എനിക്കും അങ്ങനെ തന്നെ. കൈദി 2 പോലൊരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആണെങ്കിൽ അത് വെറും 30 സെക്കൻഡിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമില്ല. അര മിനിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഇപ്പോഴേ എന്തിനിങ്ങനൊരു ടീസർ? കാര്യം AA23 ഇതുവരെ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല. കൈദി 2 നടക്കുവാണെങ്കിൽ അത് എന്തായാലും മിനിമം ഒരു 1.5 വർഷമെങ്കിലും ടൈം എടുക്കും. അപ്പോ അത്രയും ഗ്യാപ്പ് വരുമ്പോ എന്തിനിപ്പോ ഇങ്ങനൊരു ടീസർ? അങ്ങനെ ഒരുപാട് ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോ കുറച്ച് വിവരങ്ങൾ ഇതിനെപ്പറ്റി കിട്ടി. അത് പറയാം. അതിനു മുമ്പ് പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പോഴും ചോദിക്കുന്ന കാര്യം തന്നെ, കൈദി 2 എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ പടം നടക്കാത്തത്, ഇനി നടക്കുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യാം, നടക്കും. ഈ സിനിമ ഒരിക്കലും ലോകേഷ് കനകരാജിന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കൈദി 2, റോളക്സ്, വിക്രം 2 ഈ സിനിമകളൊക്കെ ഓൾറെഡി എഗ്രിമെന്റ് കഴിഞ്ഞതാ. പുള്ളി അഡ്വാൻസ് വരെ വാങ്ങിയ പ്രോജക്റ്റുകളാണിത്. ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ലോകേഷ് കനകരാജ് തന്നെ ഈ കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞതാ. പിന്നെ കൈദി 2 കൂലിക്ക് ശേഷം സംഭവിക്കേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ നടന്നില്ല. അത് നടക്കാത്തതിന് മെയിൻ ആയിട്ടും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രൊഡക്ഷൻ വിഷയം. കറുപ്പ് മാർഷൽ. ഇത് ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞതുകൊണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും പറഞ്ഞ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിക്കും. എന്തായാലും ആ സംഭവം അറിയാലോ. രണ്ടാമത്തെ മെയിൻ കാരണം, ഇപ്പോ രജനീകാന്ത് കമൽഹാസൻ ഒരുമിച്ച് വരുന്ന നെൽസൺ പടം. ഇതും അറിയാലോ, ഈ പടം ആദ്യം ചെയ്യാനിരുന്നത് ലോകേഷ് കനകരാജ് ആയിരുന്നു. കൂലി കഴിഞ്ഞ് പുള്ളി കൈദി 2 പ്രീ പ്രൊഡക്ഷനിൽ ഇരിക്കുമ്പോഴാണ് ലോകേഷിന് രജനി കമൽ പടത്തിന്റെ ഈ ഹ്യൂജ് ഓഫർ വരുന്നത്. അങ്ങനെ വീണ് കിട്ടിയ അവസരം കളയാതിരിക്കാൻ വേണ്ടി ലോകേഷ് കൈദി 2 പ്രൊഡക്ഷനിലും കാർത്തിയോടും സംസാരിച്ച് ഈ പടം ചെയ്തിട്ട് കൈദി 2 ചെയ്യാം, മിസ്സാക്കിയാൽ ഇതുപോലൊരു അവസരം പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് കൈദി 2 തൽക്കാലം മാറ്റിവെച്ചാണ് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. അങ്ങനെ 2 മാസം ഈ പ്രോജക്റ്റിന്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് രണ്ടുപേരെയും പറഞ്ഞ് കേൾപ്പിച്ച് ഓക്കെ ആയി. കുറെ കഴിഞ്ഞപ്പോ അവർക്ക് വേറൊരു ടൈപ്പ് പടം മതി. അങ്ങനെ ലോകേഷ് കനകരാജിനെ കൊണ്ട് ഇത് കഴിയില്ല എന്നായപ്പോ ലോകേഷ് എന്റെ പ്രോജക്റ്റിൽ നിന്നും പുറത്തുപോയി. പകരം ഇപ്പോ നെൽസൺ വന്നു. തിരിച്ചിനി കൈദി 2 പോകാന്ന് വിചാരിച്ച കൈദി 2 കാർത്തിയുടെ സ്ലോട്ടും പോയി. ആ 3 മാസം ഗ്യാപ്പിൽ കാർത്തി അടുത്ത പടവും കമ്മിറ്റ് ചെയ്ത്. അങ്ങനെ ലോകേഷിന് കൈദി 2 പോയി, രജനി കമൽ പടം പോയി നിൽക്കുന്ന ടൈമിലാണ് ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്ന അല്ലുവിന്റെ പടം കമ്മിറ്റ് ചെയ്ത് പ്രീപോൺ ചെയ്യുന്നത്. അതാണ് AA23. ഈ സിനിമയെക്കാളും വല്ലാത്ത ഫാന്റസി എന്നൊക്കെ പറയുന്നത് ഇതിനെയൊക്കെയാ. ഇനി ലോകേഷിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കൈദി 2 ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതിന്റെ മെയിൻ കാരണം ഗ്യാപ്പ് 7 വർഷമായി. ആദ്യം തീരുമാനിച്ച കഥയിൽ കൈദി 2 ചെയ്യാൻ പറ്റില്ല. അന്ന് ലോകേഷ് പറഞ്ഞ കഥ 3 സെഗ്മെന്റുകളായിട്ടായിരുന്നു. സെഗ്മെന്റ് 1 ദില്ലിയുടെ ബാക്ക് സ്റ്റോറി. സെഗ്മെന്റ് 2 കൈദിയുടെ കഥ കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം നടക്കുന്ന കഥ. സെഗ്മെന്റ് 3 വിക്രം സിനിമയ്ക്ക് ശേഷം നടക്കുന്ന കഥ. ഇവിടെയാണ് പടം LCUവിന്റെ പീക്കിലേക്കൊക്കെ കയറി പോകുന്നത്. പക്ഷെ ഇപ്പോ അതേ പ്ലാനില് ഈ കഥ ഒരിക്കലും മുന്നോട്ടുണ്ടാവാൻ പറ്റത്തില്ല. അതിന്റെ മെയിൻ കാരണം ആ കൊച്ചു വളർന്ന്. അപ്പോ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കഥയെ കൊണ്ടുപോകണം. അപ്പൊ ഈ 3 സെഗ്മെന്റുകളായിട്ട് കഥ കൊണ്ടുപോകുന്ന ലോകേഷിന്റെ പ്ലാൻ വർക്കാക്കി എടുക്കണമെങ്കിൽ വലിയ പാടൊന്നുമില്ല. കൊച്ചു വളർന്നു, അതുകൊണ്ട് കൈദി 2 പണി കിട്ടും എന്ന് പറയുമ്പോഴും കഥ എഴുതുന്നവരുടെ കയ്യിൽ അത് പരിഹരിക്കാനുള്ള ഐഡിയയും കാണും. പക്ഷെ ഇതിനെല്ലാം ഇനിയും സമയമെടുക്കും. ഇപ്പോഴത്തെ പോക്ക് വെച്ചാണെങ്കിൽ കുറഞ്ഞത് കൈദി 2 2028 റിലീസൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, കുറഞ്ഞത്. അപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർച്ചിൽ കൈദി 2 ഭാഗത്തു നിന്നും വരുമെന്ന് പറയുന്ന അപ്ഡേറ്റ് ദില്ലി കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് കിട്ടിയത്. LCU ഷോർട്ട് ഫിലിം ആയിട്ടുള്ള ചാപ്റ്റർ 0. LCUവിന്റെ ഒറിജിൻ സ്റ്റോറി ബേസ് ചെയ്ത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആണ് ചാപ്റ്റർ 0. ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് 2 വർഷം ആവാറായി. ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം ആവാറായി. ഇതുവരെ ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടില്ല. ഈ അടുത്തെല്ലാം കംപ്ലീറ്റ് ആയി ഉടനെ റിലീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നോ അപ്ഡേറ്റ്സ്.
അങ്ങനെ ഈ ദില്ലി ടീസറിനെ പറ്റി അന്വേഷിച്ചു പോയപ്പോഴാണ് ചാപ്റ്റർ 0യുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടുന്നത്. ദില്ലി എന്ന ടൈറ്റില് ഇപ്പോ സെൻസർ ചെയ്ത ടീസർ ചാപ്റ്റർ 0യിലേതാണെന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. ചാപ്റ്റർ 0 ഷോർട്ട് ഫിലിമിന്റെ എൻഡിംഗിൽ അറ്റാച്ച്ഡ് ആയിട്ട് കൈദി 2 അനൗൺസ്മെന്റ് പോലെ ഈ ടീസർ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ റൈറ്റ്സ് ഒക്കെ കൂട്ടാൻ ഇതുപോലൊരു ടീസറൊക്കെ ഉപകാരപ്പെടും. എല്ലാം ബിസിനസ് ആണല്ലോ. പിന്നെ ഇത് ടീസറായിട്ട് സെൻസർ ചെയ്തത് തിയേറ്ററിലൊക്കെ ഇടാനായിരിക്കും. അപ്പൊ ഈ മാർച്ച് 14 വരുമെന്ന് പറയുന്ന അപ്ഡേറ്റ് ചിലപ്പോ ഈ LCU ഷോർട്ട് ഫിലിമിന്റേതായിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വെച്ചിരുന്ന് ലാഗ് അടിപ്പിച്ച് വെറുപ്പിക്കുന്നതിലും നല്ലത് ഇതൊക്കെ ഇറക്കി വിടുന്നതാ. അപ്പോ കൈദി 2നെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. ഇനി ചാപ്റ്റർ 0 ഷോർട്ട് ഫിലിമിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇടയ്ക്ക് നമുക്കും വലിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്സും വരും, ഡീകോഡിങ്ങും വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോ ഓക്കെ ബൈ.